നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഭൂമിക്കടിയിലാകും. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാകും. അത് കണക്ക് കൂട്ടുന്നത് ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾ എന്ന് തന്നെയാണ്. കൂറ്റൻ സുനാമി വീശിയടിച്ച് ആ ഒരു നഗരത്തെ പോലും വെള്ളത്തിനടിയിലാക്കും. കാത്തിരിക്കുന്ന അതിഭീകരമായ ഒരു ഭൂകമ്പത്തെക്കുറിച്ചുള്ള തയ്യാറെടുപ്പുകളാണ് ജപ്പാൻ എന്ന രാജ്യം മുന്നോട്ട് പോകുന്നത്, അതിനെ അഭിമുഖീകരിക്കാനായി തയ്യാറെടുക്കുന്നത്. ഇതിനേറെ പറയുന്നു ജൂലൈ 5 എന്ന് പറയുന്നത്, 2025 ജൂലൈ 5 എന്ന് പറയുന്നത് ജപ്പാനെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു മുന്നറിയിപ്പ് കൂടി, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കൂടി. ജപ്പാനെ സംബന്ധിച്ച് ഇനി 3 പതിറ്റാണ്ട് കാലത്തേക്ക് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതിനുള്ള ഒരു ഒരുക്കം കൂടി നടത്തിയിരിക്കുന്നത്. ജപ്പാനിൽ ഒരു വലിയ ദുരന്തമുണ്ടാകുമെന്ന പ്രവചനമാണെന്ന് അവിടെ ഉയർന്നു കേൾക്കുന്നത്. അതിനാധാരമായിട്ടുള്ള 500-ലധികം ഭൂകമ്പങ്ങൾ, ചെറു ഭൂമി കുലുക്കങ്ങളൊക്കെ തന്നെ ജപ്പാനിലെ ജനതയെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ട്. കോമിക് ബുക്കുകളുടെയും ഗ്രാഫിക് നോവലുകളുടെയും എഴുത്തുകാരി പ്രവചിച്ച ഈ ഒരു പ്രവചനം, ഈ ദിവസം, ഇതുതന്നെയാണ് ജപ്പാനിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ജാപ്പനീസ് ബാബ വാങ്കെ എന്നാണ് റയോ എന്ന എഴുത്തുകാരിയെ ജനങ്ങൾ വിളിക്കുന്നത്. ഇല്ലസ്ട്രേറ്റർ കൂടിയായിട്ടുള്ള റയോ 1999 പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകമാണ് ജാപ്പനീസ് ജനതയുടെ, ലോകത്താകമാനമുള്ള ടൂറിസ്റ്റുകളുടെ ആധിക്ക് കാരണമായിരിക്കുന്നത്. ശനിയാഴ്ച മുതൽ 500-ലധികം ഭൂചലനങ്ങൾ, ഈ നിമിഷം വരെയുള്ളത് കണക്ക് കൂട്ടിയാൽ 700ഓളം ഭൂചലനങ്ങളാണ് ജപ്പാനിലെ പല ദ്വീപുകളിലായി ഉണ്ടായത്. പ്രത്യേകിച്ചും കഗോഷിമ ദ്വീപിൽ 500ഓളം ഭൂചലനങ്ങൾ ഉണ്ടായി. അതോടെ ജനങ്ങൾ ഏറെ പരിഭ്രാന്തിയിലായി. 2011 സുനാമിയെക്കുറിച്ച് അവർ ഇതിനു മുൻപ് ഒരു പ്രവചനം നടത്തിയിരുന്നു. അത് അച്ചട്ടായി തന്നെ അവർ പറഞ്ഞ ദിവസം നടക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് ഇത് കാരണമായി മാറുന്നത്. 12 വർഷം മുന്നേ തന്നെ 2011 സുനാമിയെക്കുറിച്ച് അവർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിക്കുന്നു. ഭൂഖണ്ഡങ്ങൾ താണ്ടി ഇത് മുന്നോട്ട് പോകുന്നു. ശാസ്ത്രജ്ഞരും അധികാരികളുമൊക്കെ ഈ പ്രവചനങ്ങളെ തള്ളിപ്പറയുന്നെന്നും ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലെന്ന് പറയുമ്പോഴും വളരെ ഗൗരവമായി ഇതിനെ നോക്കി കാണുന്നുണ്ട്. അതിനുള്ള കാരണവും അനവധിയാണ്. വദാഷിക മിത മിറോയ് എന്ന മംഗയുടെ രചയിതാവായ റിയോ തസുഗി എന്ന എഴുത്തുകാരിയാണ് 2011 മാർച്ചിലെ സുനാമിയെക്കുറിച്ച് കൃത്യമായി തന്നെ 12 വർഷങ്ങൾക്ക് മുന്നേ പ്രവചിച്ചത്. തെക്കൻ ജപ്പാനിലെ ടോക്കരയിൽ നിന്നും 2 ആഴ്ചയ്ക്കിടയിൽ ഉണ്ടായത് 900-ലധികം ഭൂകമ്പങ്ങൾ തന്നെയായിരുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ ഭൂകമ്പങ്ങൾ തുടർചലനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായൊരു സൂചന പോലും നൽകാൻ കഴിയുന്നില്ല എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയും പറയുന്നു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ പ്രവചനങ്ങളിലെ സത്യാവസ്ഥ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജൂൺ 21 മുതൽ ടോക്കര ദ്വീപ് ശൃംഖലയ്ക്ക് ചുറ്റുമുള്ള കടലുകളിൽ ഭൂകമ്പ സാധ്യത സജീവമായിട്ടുണ്ട്. സുനാമി നിരീക്ഷണ വിഭാഗം ഡയറക്ടറായിട്ടുള്ള ഐതക എബിറ്റ അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ജൂലൈ 3 ഇനി വരാനിരിക്കുന്ന 48 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന ആകുലത അവർ പങ്കുവെക്കുന്നത്. 2021 പുറത്തിറക്കിയ മാങ്കയുടെ മറ്റൊരു പതിപ്പിലാണ് 2025 ജൂലൈ 5 സംഭവിക്കുന്ന മറ്റൊരു ദുരന്തത്തെക്കുറിച്ച് പറയുന്നത്. ഫിലിപ്പീൻ കടലിൽ നിന്നുള്ള ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് 2011 സുനാമിയുടെ 3 ഇരട്ടി ഉയരമുള്ള ഒരു തിരമാല വരുമെന്നാണ് ഇതിൽ വിവരിക്കുന്നത്. എന്നാൽ ഈ പ്രവചന തീയതി അടുക്കുന്നതോടെ മാധ്യമങ്ങളും വായനക്കാരും സജീവമായി തന്നെ ഇതിനെ ചർച്ച ചെയ്യുന്നു. ലോകത്തെമ്പാടും ജപ്പാൻ അത് ശരിവയ്ക്കുന്നു എന്ന് കൂടി വേണം കരുതാൻ. മറ്റൊരു വിഷയം കൂടി, 3 പതിറ്റാണ്ടിനിപ്പുറം സംഭവിക്കാനിരിക്കുന്ന ഒരു വിഷയം കൂടി ജപ്പാൻ സർക്കാർ തന്നെ വ്യക്തമാക്കുകയാണ്. അടുത്ത 30 വർഷത്തിനുള്ളിൽ ജപ്പാനിൽ സംഭവിക്കാനിരിക്കുന്ന വൻ ഭൂകമ്പത്തെയാണ് അഭിമുഖീകരിക്കാനായി അവർ തയ്യാറെടുക്കുന്നത്. ജപ്പാനിലെ നങ്കായ് ട്രൗവിൽ ഒരു വൻ ഭൂചലനത്തിനുള്ള സാധ്യത 75 മുതൽ 82% വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയാകെ ഈ ഭീതി കാര്യമായി ബാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സമയം തന്നെ മറ്റൊരു ഭീതി ഉയർന്നു വരുന്നു എന്നുള്ളത് പൊതുജനങ്ങളിൽ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് വേണം കരുതാൻ. ഏറെ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ. അതുകൊണ്ട് തന്നെ ഭൂകമ്പങ്ങളും സുനാമികളും പതിവായതുകൊണ്ട് ഇതുപോലുള്ള പ്രവചനങ്ങൾ ജനങ്ങളിൽ കൂടുതൽ പരിഭ്രാന്തി പരത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയൊരു ഭൂകമ്പം ഉണ്ടായാൽ 3 ലക്ഷത്തിലധികം ആളുകൾ മരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ലോകത്ത് ഏറ്റവും അധികം ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇത് ശരിയാകാനുള്ള സാധ്യതയും ഏറ്റവും അധികമായി അവർ വിശ്വസിക്കുന്നു. സുനാമിയുടെ ഫലമായി 2,98,800 പേർ മരിച്ച്
$2 ട്രില്യൺ വരെ നാശനഷ്ടങ്ങൾക്ക് കാരണമായി ഇത് മാറുമെന്നാണ് മാർച്ച് മാസത്തിൽ സർക്കാർ തന്നെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. 2014 ജപ്പാന്റെ കേന്ദ്ര ദുരന്ത നിവാരണ കൗൺസിൽ മരണനിരക്ക് 80% കുറയ്ക്കാൻ വേണ്ടി ഒരു പ്രത്യേക പദ്ധതി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നു. പക്ഷേ ഇതുവരെ സ്വീകരിച്ച നടപടികൾ മരണസംഖ്യ കേവലം 20% മാത്രമേ കുറയ്ക്കാനായി സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുതിയ തയ്യാറെടുപ്പ് പദ്ധതികൾ സർക്കാർ തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത്. ആളുകളെ എങ്ങനെ സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കാം, അതിനുള്ള കെട്ടിടം മുതൽ മോക്ക് ഡ്രില്ലുകൾ വരെ ഇതിൽ ഉൾപ്പെടുത്തും. സർക്കാരിനെ കൂടാതെ മുനിസിപ്പാലിറ്റികൾ, കമ്പനികൾ, അതുപോലെ മറ്റ് NGOകൾ ഇവരെയൊക്കെ തന്നെ ഒത്തുചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി തന്നെയാണ് ആസൂത്രണം ചെയ്യുന്നത്. പ്രധാനമന്ത്രി തന്നെയാണ് ഇതിനുള്ള ആഹ്വാനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 1400 വർഷത്തിനിടയിൽ എൻഗായ് ട്രൗവിൽ വൻ ഭൂകമ്പങ്ങൾ ഓരോ 100 മുതൽ 200 വർഷങ്ങൾ കൂടുമ്പോഴുണ്ടായിട്ടുണ്ട്. അതിൽ അവസാനത്തേത് സംഭവിച്ചത് 1946 എന്നാൽ ഇതിന് പിന്നാലെ ഈ മാസം 5-ാം തീയതി തന്നെ ജപ്പാനിൽ വൻ ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്ന പ്രവചനം ഇതിനാക്കം കൂട്ടുകയാണ്. വർദ്ധിച്ചു വരുന്ന ഈ പരിഭ്രാന്തിക്കിടയിൽ ജനങ്ങളോട് ശാന്തത പാലിക്കണമെന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി ഇത്തരം പ്രവചനങ്ങളെ വിശ്വസിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ ആവർത്തിച്ച് പറയുമ്പോഴും ജനങ്ങളത് വിശ്വസിക്കാൻ പെടാപ്പാട് പെടുന്നുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ ഈ അടുത്തായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിലെ ഫെങ്ഷുയി വിദഗ്ധരും ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ ഒരു വലിയ ഭൂകമ്പം ജപ്പാനിൽ ഉണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭീതിക്ക് അത് ആക്കം കൂട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു പ്രവചനം കാരണം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ ഒന്നടങ്കം തകർന്നടിഞ്ഞിരിക്കുന്നു. ടൂറിസത്തിലടക്കം വൻ ഇടിവ് തുടരുന്നു. 560 ബില്യൺ yen നഷ്ടമുണ്ടാകുമെന്നാണ് നോമുറ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ള ഗ്രേറ്റർ ബേ എയർലൈൻസ് ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ അടക്കം കുറച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹോങ്കോങ്ങിൽ നിന്നും ജപ്പാനിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ മാസത്തിലുണ്ടായ കുറവ് അത് വലിയ രീതിയിൽ തന്നെ ആയിരുന്നു നിഴലിച്ചതുപോലും. 2011 ജപ്പാനിൽ വലിയ തോതിലുള്ള ഒരു ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. അന്ന് 15,000-ലധികം ആളുകൾ മരണപ്പെട്ടു. അതുകൂടാതെ വെള്ളപ്പൊക്കത്തിൽ ഫുകുഷിമ പവർ പ്ലാന്റിലെ 3 ആണവ റിയാക്ടറുകളിൽ ചോർച്ചയടക്കമുണ്ടായി. എന്നാൽ എൻഗായ് ട്രഞ്ചിലെ വരാനിരിക്കുന്ന ഭൂകമ്പം ഇതിനേക്കാൾ വിനാശകരമായിരിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ മുൻകരുതൽ നടപടികൾ ഈ ഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.